നമസ്കാരം, ഞാൻ സിയാദ് ഇലീഗൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള നമ്മുടെ മാർക്കറ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഞായറാഴ്ച മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. വരും ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലേക്ക് നമ്മൾ പെട്ടെന്ന് ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ച ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പോസിറ്റീവായിട്ടുള്ള കുറച്ച് കമൻറ്റ് കാരണം യു എസ് മാർക്കറ്റ് റാലി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനിയായിട്ടുള്ള എൻവിഡിയ നടത്തിയ ഒരു മികച്ച Q4 റിസൾട്ട് കാരണം എൻറ്റയർ യു എസ് മാർക്കറ്റ് എസ്പെഷ്യലി ടെക്നോളജി കമ്പനീസെല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി. നാസ്ഡാക്കും ഡോയും അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൂടിയും ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ജപ്പാൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആണ്. ഇന്ത്യൻ മാർക്കറ്റ് 22,222 മുകളിൽ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ആഴ്ചയിലേക്ക് കടന്നു വരികയാണെങ്കിൽ, ഈ ആഴ്ചയിൽ പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മളുടെ ലോക്കൽ ക്യൂസ് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ GDP ഡേറ്റ അത് വരുന്നുണ്ട്. GDP ഡേറ്റ വരുന്നത് ഫെബ്രുവരി 29 കൂടാതെ തന്നെ ഈ ഒരാഴ്ച മന്ത്ലി എക്സ്പയറി ആണ്. അപ്പോൾ മന്ത്ലി സ്റ്റോക്ക് ഓപ്ഷൻസ് തന്നെ അല്ലെങ്കിൽ ഇൻഡെക്സ് എല്ലാം തന്നെ എക്സ്പയറി ആവുന്ന മന്ത്ലി എക്സ്പയറി സ്വാഭാവികമായ രീതിയിൽ വോളറ്റിലിറ്റി കൂടുതൽ മാർക്കറ്റിൽ ഉണ്ടാക്കും. ഈ ഒരാഴ്ചയിൽ പുതിയതായിട്ട് 6 കമ്പനീസ് IPOയിൽ വരുന്നുണ്ട്. 5 എണ്ണം ഓൾറെഡി വന്നിട്ടുള്ളത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ FISൻ്റെ ആക്ടിവിറ്റീസ് എടുക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ചയിൽ 5 ട്രേഡിംഗ് ഡേയിൽ 3 എണ്ണത്തിലും അവർ നെറ്റ് സെല്ല് നടത്തി. DIs കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയിൽ 4 എണ്ണത്തിൽ അവർ നെറ്റ് ബൈ നടത്തി. FIs നെറ്റ് സെല്ലേഴ്സാണ് 1934 കോടി രൂപ. DIs നെറ്റ് ബയേഴ്സാണ് 3532 കോടി രൂപയ്ക്ക് നെറ്റ് ബൈ നടത്തി. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൊച്ചിയിലും കോഴിക്കോടുമായിട്ട് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ്സുകളുണ്ട്. കൂടാതെ തന്നെ ഓൺലൈനിലും നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വരും ആഴ്ചയിൽ ഇനി കൊച്ചിയിലാണ് നമ്മൾ ക്ലാസ് ഉള്ളത്. നിങ്ങൾക്ക് സീറ്റ് ഇന്ന് തന്നെ ബുക്ക് ചെയ്യാം. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ 5 ദിവസത്തെ ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ വ്യാഴാഴ്ച ദിവസം 21,880 എന്ന് പറയുന്ന ലോ ക്രിയേറ്റ് ചെയ്തു. നിഫ്റ്റി 22,200 ഓപ്പൺ ചെയ്തത്. തിങ്കളാഴ്ച 22,200 മുകളിൽ ഇപ്പോൾ മാർക്കറ്റ് പോയിട്ടുണ്ട്. അതായത് തിങ്കളാഴ്ചത്തെ ആ ഒരു ഓപ്പണിംഗ് റേഞ്ചിൽ നിന്നും 22,100 എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് റേഞ്ചിൽ നിന്നും നിഫ്റ്റി മുകളിലേക്ക് ഒരു 200 പോയിന്റ് പോയിട്ടുണ്ട്. താഴേക്ക് ഒരു 200 പോയിന്റിൻ്റെ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ ടുഗദർ 400 പോയിൻ്റാണ് നിഫ്റ്റിയുടെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ വീക്കിലി അടിസ്ഥാനത്തിൽ നിഫ്റ്റി 200 പോയിന്റ് മാത്രം മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണാം US വിക്സ് കഴിഞ്ഞ ദിവസം 13% ഒരു ഫോൾ ഉണ്ടാക്കി 11 എന്ന നിലയിൽ US വിക്സ് നിൽക്കുന്നുണ്ട്. നാസ്ഡാക്ക് സ്ലൈറ്റ്ലി റെഡിൽ ക്ലോസ് ചെയ്തു, 44 പോയിന്റ്. ഡോ ഫ്യൂച്ചർ പോസിറ്റീവായിരുന്നു. ഇന്ത്യ വിക്സ് 14.97 ഏറ്റവും അതിന് മുകളിൽ ബിറ്റ് കോയിൻ നോക്കേണ്ട കാര്യമില്ല. അതിന് മുകളിൽ MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. FTSE UK മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. അതിന് മുകളിൽ ഫ്രാൻസ് മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. അതിന് മുകളിൽ ജർമ്മൻ മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. അതിന് മുകളിലേക്കുള്ള ഏഷ്യൻ മാർക്കറ്റിൻ്റെ കഥകളെല്ലാം തന്നെ നമ്മൾ കണ്ടു. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2,035 പെർ ഔൺസ് എന്ന നിലയിൽ ട്രേഡിങ് ക്ലോസ് ചെയ്തു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലായിട്ടുള്ള ഇൻഫോസിസും ICICയും HDFCയിലും ചെറിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. റിലയൻസും ഡോക്ടർ റെഡ്ഡിയും ടാറ്റ മോട്ടേഴ്സും എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. 22,000 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. PCR 0.8, 22,500, 22,300, 22,600, 22,700 മേജർ റെസിസ്റ്റൻസും 22,000 മേജർ സപ്പോർട്ട് സോണും ഉള്ളത്. വരും ആഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന കീ ഇവൻറ്റുകൾ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുമാത്രമല്ല, വരും ആഴ്ചയിലെ IPO ഡീറ്റെയിൽസ്, വരും ആഴ്ചയിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളിൽ എത്ര ഡിവിഡൻഡാണ് എന്നുള്ളതൊക്കെ തന്നെ നമ്മുടെ ട്രേഡ് ബഡി ടാബിൽ ലഭ്യമാണ്. അപ്പോൾ മാർക്കറ്റ് സമയത്ത് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് പരസ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ട്, ചെക്ക് ചെയ്യുക. ഗ്ലോബൽ മാർക്കറ്റിൽ തിങ്കളാഴ്ച ദിവസം ഫെബ്രുവരി 26 US നിന്ന് ബിൽഡിംഗ് പെർമിറ്റും ന്യൂ ഹോം സെയിൽസ് ഡേറ്റയും വരുന്നുണ്ട്. ഫെബ്രുവരി 27 കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് 7 മണിക്ക് വരുന്നുണ്ട്. കൺസ്യൂമർ കോൺഫറൻസ് 8:30 വരുന്നുണ്ട്. ഫെബ്രുവരി 28 GDP 7 മണിക്ക്. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം 7 PM. വെള്ളിയാഴ്ച ദിവസം ഫെഡറലിൻ്റെ ബാലൻസ് ഷീറ്റ് 3 AM വരുന്നുണ്ട്. ചൈനയിൽ നിന്ന് ഏറ്റവും മാർച്ച് 1 മാനുഫാക്ചറിംഗ് PMI 7 AM. യൂറോസോൺ മാർച്ച് 1 മാനുഫാക്ചറിംഗ് PMI 3:30. കൂടാതെ തന്നെ CPIയും ഡേറ്റയും വരുന്നുണ്ട്. ജർമ്മനിയിൽ നിന്ന് അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ വരുന്നുണ്ട്. 2:30 വ്യാഴാഴ്ച. CPI ഡേറ്റ 2:30 വരുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം. ഇന്ത്യയിൽ നിന്ന്
GDP ഡേറ്റയാണ് വരുന്നത്. അത് ഫെബ്രുവരി 29-ാം തീയതി 3:30-ക്കാണ് ആ ഒരു ഡേറ്റ വരുന്നത്. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ആഴ്ചയിലെ ഗ്ലോബൽ ഈവൻറ്റുകൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ലോക്കൽ ക്യൂസുകൾ നോക്കി, ഗ്ലോബൽ ഈവൻറ്റുകൾ നോക്കി, ഗ്ലോബൽ മാർക്കറ്റുകൾ നമ്മൾ നോക്കി, ഓപ്പൺ ഇൻട്രസ്റ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കി. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് വരാം. ഇലക്ഷനാണ് ഒരു വലിയൊരു ഈവൻറ്റ്. ഇലക്ഷനാണ്. അതൊരു അടുത്ത ആഴ്ച അല്ലാത്തൊരു ഈവൻ്റ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലോബൽ ഈവൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. പക്ഷേ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ഈവൻറ്റ് നെക്സ്റ്റ് വീക്ക് മുതൽ അങ്ങോട്ട് മുഴുവനായിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനോ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 19-ാം തീയതിയാണ് ഇലക്ഷൻ ഉണ്ടാവുക. കൗണ്ട് ഡൗൺ മെയ് 22-ാം തീയതി കൗണ്ട് ഡൗൺ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ഷൻ സ്വാഭാവികമായ രീതിയിൽ വോളറ്റിലിറ്റി കൂടും. ഇപ്പോൾ US വിക്സ് 11 ഇന്ത്യ വിക്സ് 15. ഇതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലോക്സഭ ഇലക്ഷൻ തന്നെയാണ്. ഇനി കൊട്ടാക് ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ ഉദയ് കൊട്ടാക്ക് അവരുടെ കമ്പനിയുടെ ചെയർമാൻ എല്ലാമായ അദ്ദേഹം റിസൈൻ ചെയ്തു എന്നുള്ള ന്യൂസാണ്. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പീരീഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് റിസൈൻ ചെയ്തിട്ടുള്ളത്. IRCTC കമ്പനി സ്വിഗ്ഗിയായിട്ട് ഫുഡൊക്കെ ട്രെയിനിൽ കിട്ടുന്ന രീതിയിൽ ഓർഡർ ചെയ്യാനായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സ് ഹെൽത്ത് കെയർ കമ്പനി 167 കോടി രൂപ വർത്ത് വരുന്ന ലാൻഡ് അവർ അക്യൂർ ചെയ്തിട്ടുണ്ട് പുതിയ ഹോസ്പിറ്റൽ നിർമ്മാണത്തിന് വേണ്ടി. ശക്തി പമ്പ് 84 കോടി രൂപയുടെ ഓർഡർ അവർക്ക് കിട്ടി. സൈഡസ് ലൈഫ്സ് കമ്പനി ഇവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തു. അദാനി ഗ്രീൻ കമ്പനി കഴിഞ്ഞ ദിവസം അദാനി ഗ്രീൻ കമ്പനിയും ഊബർ ഇന്ത്യ എന്ന് പറയുന്ന ടാക്സി കമ്പനിയും തമ്മിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഗ്രീൻ എനർജി ബിസിനസ്സിൽ ഇരു കമ്പനികളും ധാരണയായേക്കാം. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് കമ്പനി 232 കോടി രൂപയുടെ ഓർഡർ കിട്ടി. വിമിഡ് ലാബ് കമ്പനിയുടെ CFO റിസൈൻ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് സ്മാർട്ട് കമ്പനി ന്യൂഡൽഹിയിൽ അവരുടെ ഒരു പുതിയ സ്റ്റോർ ഓപ്പൺ ചെയ്തു. നാരായണ ഹൃദയാലയ കമ്പനി കൊൽക്കട്ടയിൽ അവർ 7 ഏക്കർ ലാൻഡ് അക്യൂർ ചെയ്തിട്ടുണ്ട് പുതിയ ഹോസ്പിറ്റൽ നിർമ്മാണം. അശോക് ലെയ്ലാൻഡ് TVS ട്രക്കിൽ 25 കോടി രൂപ നിക്ഷേപിച്ചു. വികാസ് എക്കോ ടെക് കമ്പനി അവർ പോളിമർ പ്ലാസ്റ്റിക്കിൽ 100% സ്റ്റേക്ക് അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസാണ് ഈ ഒരു മൊമെൻറ്റിൽ. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ടാവും. താഴെ നമ്മുടെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി.